പണ്ടൊരിക്കലും ഒരു ദിവസം ബുദ്ധൻ ഒരു മൊണാസ്ട്രിയിലിരുന്ന് ആത്മീയ പ്രഭാഷണം നടത്തുകയായിരുന്നു. ഒത്തിരി ആളുകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് അവിടെ തടിച്ചുകൂടിയിരുന്നത്. അങ്ങനെ ബുദ്ധൻ തന്റെ പ്രഭാഷണം ചുരുക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പ്രഭാഷണം അവസാനിപ്പിച്ചു. ഇനിയെങ്കിലും ഉണരൂ, സമയം കൈകളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും വൈകരുത്. അങ്ങനെ പ്രസംഗം അവസാനിപ്പിച്ച് ബുദ്ധൻ തന്റെ അരുമ ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, വരൂ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം കുറച്ച്. അവർ ഇരുവരും അങ്ങനെ ആ മൊണാസ്ട്രിയുടെ പ്രഥമ കവാടത്തിനരികിലെത്തി. ആ സമയം ആൾത്തിരക്കിനിടയിൽ നിന്ന് ഒരു സ്ത്രീ ബുദ്ധന്റെ അരികിലേക്ക് ഓടിയെത്തി. എന്നിട്ട് ധൃതിയിൽ ഇങ്ങനെ പറഞ്ഞു, ഓ അനുഗ്രഹീത, ഞാനൊരു നൃത്തം തൊഴിലായിട്ട് സ്വീകരിച്ച ഒരുവളാണ്. ഇന്ന് എൻ്റെ നൃത്ത പരിപാടി ഇവിടെ അടുത്തുള്ള ഒരു വ്യാപാരിയുടെ വീട്ടിൽ നടത്തണമെന്ന് ഞാൻ വാക്ക് നൽകിയിരുന്നു. പക്ഷെ ആ കാര്യം ഞാൻ മറന്നു പോയിരിക്കുകയായിരുന്നു. താങ്കൾ പറഞ്ഞില്ലേ, സമയം ഇത് അവസാനിച്ചിരിക്കുന്നു, കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ മാത്രമാണ് ഞാൻ ഈ കാര്യത്തെപ്പറ്റി ഓർക്കാൻ ഇടവന്നത്. എന്നെ ഓർപ്പിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവിടെ നിന്ന് കടന്നുപോയി. ആ സ്ത്രീ കടന്നുപോയതിനു ശേഷം ഇതുപോലെ തന്നെ ഒരു കള്ളനും ബുദ്ധന്റെ അരികിലേക്ക് എത്തി പറഞ്ഞു, ഞാനിന്ന് അടുത്തുള്ളൊരു വീട്ടിൽ മോഷണം പദ്ധതി ഇട്ടിരുന്നു. പക്ഷേ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ മറന്നു പോയിരിക്കുകയായിരുന്നു. അങ്ങാണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഓർപ്പിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം ആ കള്ളനും അവിടെ നിന്നും പോയി. കള്ളനും പോയതിനു ശേഷം ഒരു വയസ്സായ ഒരു മനുഷ്യൻ ബുദ്ധന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് ബുദ്ധന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. ഞാൻ ഇത്രയും കാലം ഈ ലോകത്തിലെ സുഖത്തിന്റെ പുറകെ ആയിരുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരുടെ പ്രശംസ പിടിച്ചു പറ്റാനുമായിട്ട് ഞാൻ തലകുത്തി മറിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങ് അവസാനം ഒരു വാക്ക് പറഞ്ഞില്ലേ, സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു, സമയം നമ്മുടെ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഞാനത് മനസ്സിലാക്കി. എൻ്റെ മരണം ആഗതമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങ് എനിക്ക് നേർവഴി കാട്ടിത്തന്നു. ഇനി മുതൽ ഞാൻ എൻ്റെ ശരീരചിന്ത അവസാനിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിനൊപ്പം യഥാർത്ഥ ജ്ഞാനം തിരിച്ചറിയാൻ ശ്രമിക്കാൻ പോവുകയാണ്. ഇനി ഈ ലോകത്തിലെ ഒരു ചിന്തയും, അതായത് സങ്കടം, നിരാശ, നഷ്ടബോധം, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, ഇതൊന്നും എന്നെ വേദനിപ്പിക്കുകയില്ല. കാരണം ഈ നിമിഷം, അങ്ങത് പറഞ്ഞ നിമിഷം സമയം പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഇനി ഞാൻ ശരീരബോധത്തിനും അപ്പുറം ആത്മബോധത്തിലേക്ക് എത്തുന്നതിനുള്ള ധ്യാനത്തിനും ജ്ഞാനം ലഭിക്കുന്നതിനും കൂടുതൽ സമയം ചെലവഴിക്കും. ഇത്രയും പറഞ്ഞ് ബുദ്ധന്റെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം ആ വൃദ്ധൻ അവിടെ നിന്നും പോയി. അങ്ങനെ എല്ലാവരും പോയി മറഞ്ഞതിനു ശേഷം ബുദ്ധൻ ശിഷ്യനായ അനന്തനോട് പറഞ്ഞു, നോക്കൂ, ഞാൻ പറഞ്ഞ കാര്യത്തിനെ ഇവർ ഓരോരുത്തരും വേറെ വേറെ അർത്ഥത്തിലാണ് മനസ്സിലാക്കിയെടുത്തത്. നൃത്തക്കാരി അവളുടെ പരിപാടിയുടെ സമയം വൈകിപ്പോയതായിട്ടും ആ മോഷ്ടാവ് അയാളുടെ പദ്ധതി പ്രകാരമുള്ള മോഷണം അമാന്തിക്കുന്നതായിട്ടും, എന്നാൽ ആ വൃദ്ധനോ ശേഷിക്കുന്ന ജീവിതം മുക്തി പ്രാപിക്കുന്നതിനുള്ള മുന്നറിയിപ്പായിട്ടുമായിട്ടാണ് എടുക്കേണ്ടത്. സത്യത്തിൽ ആ വൃദ്ധനാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുള് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുത്തത്. അതായത് നമ്മുടെ മനസ്സ് ശുദ്ധമായി ഇരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ശുദ്ധമായ ഒരു മനസ്സിന് മാത്രമേ ഒരു പ്രഭാഷണത്തിൻ്റെ സത്യമായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ലൈഫിലേക്ക് നോക്കിയാലും നമ്മളും ഈ കളനെ പോലെയും ഈ ഡാൻസറെ പോലെയും ഒക്കെയാണ്. കാരണം നമ്മൾ ഒത്തിരി പ്രഭാഷണവും പ്രസംഗവും ഒക്കെ കേൾക്കും. പക്ഷേ നമുക്ക് ഒരിക്കലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയെടുക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ നമ്മൾ പാകമാക്കിയിട്ടില്ല, ശുദ്ധമാക്കിയിട്ടില്ല. നമ്മുടെ മനസ്സ് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാനുള്ള അർഹത നേടിയെങ്കിൽ മാത്രമേ ബുദ്ധനെ പോലെയുള്ളവർ പറയുന്നതിൻ്റെ അന്തരാർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇതിനു വേണ്ടി നമ്മുടെ മനസ്സ് ശുദ്ധമാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കേണ്ടത്? പിന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി പറയുന്നതനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അനായാസേന നമ്മുടെ ജീവിതം വിജയകരമാക്കിയെടുക്കാൻ സാധിക്കും. അതിപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തിയെ നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുമല്ലോ. ഓക്കെ.